അങ്ങനെ ഈ വർഷത്തെ കാത്തിരുന്ന ഒരു ആപ്പിൾ ഇവന്റ് കഴിഞ്ഞു. എന്തൊക്കെയാണ് പുതുതായിട്ട് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം. iPhone 16 ആൻഡ് 16 പ്ലസ് സെയിം ഡൈമെൻഷൻ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി കളർഫുൾ ആക്കാനായിട്ട് കുറെ പോപ്പ് കളേഴ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ 16 പ്ലസിന് കഴിഞ്ഞ വർഷത്തെ 15 പ്ലസിനേക്കാളും ബാറ്ററി നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. സ്പെഷ്യൽ വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി വെർട്ടിക്കൽ ക്യാമറയാണ് കൊടുത്തേക്കുന്നത്. സെയിം 48 MB ക്യാമറ തന്നെയാണ്. ഇത്തവണയും ടെലിഫോട്ടോ ലെൻസ് ഇല്ല. ഹൈലൈറ്റ് ഇതൊന്നുമല്ല, 16ന്റെ എല്ലാ സീരീസിലും നമുക്ക് ക്യാപ്ചർ ബട്ടൺ കിട്ടും. ഇത് വെച്ച് നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് സൂം ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പോഷർ അങ്ങനത്തെ ക്യാമറ കൺട്രോൾസ് ഒക്കെ സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പിൾ ഇന്റലിജൻസ് നിങ്ങൾക്കറിയാലോ. ഇത് കൂടാതെ ഒരു വിഷ്വൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗൂഗിളിന്റെ സെർച്ച് ഒക്കെ അല്ലേ, ആ ഒരു സംഭവം, അല്ലെങ്കിൽ ഈ ഒരു സർക്കിൾ ടു സെർച്ച്, ആ ഒരു സെയിം രീതി തന്നെയാണ്. നമുക്ക് ഈ ഒരു ക്യാപ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന ഫോട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണെന്ന് പറഞ്ഞു തരും. പിന്നെ 16 പ്രോയിലും പ്രോ മാക്സിലും നമുക്ക് 6.3 ഇഞ്ചിന്റെ 6.9 ഇഞ്ചിന്റെ ബിഗർ ഡിസ്പ്ലേ കിട്ടും. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പ്രോ മാക്സിലുള്ള പോലെ തന്നെ നമുക്ക് പ്രോയിലും 5xന്റെ ഒപ്റ്റിക്കൽ ടെലിഫോട്ടോസും കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് 4K 120 FPS ഡോൾബി വിഷൻ വീഡിയോ എടുക്കാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ 15 ആൻഡ് 15 പ്ലസ് വെച്ച് നോക്കുമ്പോൾ 16നും 16 പ്ലസിനും സെയിം പ്രൈസ് തന്നെയാണ്. പക്ഷേ പ്രോയിലും പ്രോ മാക്സിലും നമുക്ക് 15,000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, സാറിന് ആപ്പിളിൽ അങ്ങനെ വരുന്നതല്ല. പിന്നെ നിങ്ങൾക്ക് എയർപോർട്സ് 4ന് 2 ഓപ്ഷൻ വരുന്നുണ്ട്. നോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്തതും നോയിസ് ക്യാൻസലേഷൻ ഉള്ളതും. നിങ്ങൾക്ക് നോയിസ് ക്യാൻസലേഷൻ വേണമെന്നുണ്ടെങ്കിൽ 4,000 രൂപ എക്സ്ട്രാ കൊടുത്തേ പറ്റും. പിന്നെ ഒരു അടിപൊളി സംഭവം, ഈ ഒരു എയർപോർട്സ് പ്രോ നമുക്ക് ഹിയറിംഗ് എയ്ഡായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു കേൾവി ശക്തി കുറവുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് അവർ എയർപോർട്സിൽ വരുത്തി കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ആപ്പിന്റെ പുതിയ ഇന്നോവേഷനെ പറ്റി എന്ത് തോന്നുന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഐഫോൺ എടുക്കാൻ നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സുമായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക.